ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഷെഡ്യൂളിലൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കില്ല. ഒരു ഭാഗത്ത് തുർക്കിയും അതേപോലെ തന്നെ ഈജിപ്തും ഖത്തറും ഈ കരാറിൽ ഒപ്പിടുന്നതിന്റെ സാക്ഷ്യപത്രം സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് ആരാണ് ഉണ്ടാവുക, മറുഭാഗത്ത് ആരെയാണ് നിർത്തുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. സുഹൈൽ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഈ ബന്ദി കൈമാറ്റം പൂർണ്ണമായതിനു ശേഷം, തടവുകാരെ വിട്ടയച്ചതിന് ശേഷം ഈ കരാറിന്റെ ഒരു സത്തയെ പാലിക്കാൻ ഇസ്രായേൽ എന്തുമാത്രം പ്രതിജ്ഞാബദ്ധമായിരിക്കും, അവരതിനകത്ത് എന്തുമാത്രം കമ്മിറ്റഡായി നിലകൊള്ളും എന്ന സംശയം എല്ലാവരും ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇസ്രായേലിനെ ഇങ്ങനെ ഒരു ബന്ദി കൈമാറ്റത്തിലേക്കും സീസ് ഫയറിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാൻ അവർ നിർബന്ധിതമായ ഘടകം ഏതാണ്? ബന്ദികളെ കിട്ടുക എന്നത് മാത്രമാണോ, അതോ ലോകത്താകമാനം നേരിടുന്ന നയതന്ത്രപരമായ ഒരു ഐസൊലേഷൻ, UN പോയി പ്രസംഗിക്കുമ്പോൾ പോലും കിട്ടുന്ന വലിയ കൂവലുകൾ, അതുകൊണ്ട് ആ പ്രശ്നത്തെ മറികടക്കാൻ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു സീസ് ഫയറിലേക്ക് പോയേ മതിയാവൂ എന്നുള്ള അടിയന്തര ആവശ്യമാണോ സത്യത്തിൽ അവരെ ഇതിന് നിർബന്ധിതമാക്കിയത്? അങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം ഈ വെടിനിർത്തലിൽ സ്റ്റിക്ക് ചെയ്യാൻ അവർ നിർബന്ധിതമാകുമോ? നിഷാദ്, ഈ ഘട്ടത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായുള്ള അടിയന്തര കാര്യം എന്ന് പറയുന്നത് ബന്ദികളെ വിട്ടുകിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതോടുകൂടി അവസാനിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയ സമ്മർദ്ദം തന്നെയാണ് നെതന്യാഹുവിനെ ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിൽ ട്രംപ് നെതന്യാഹുവിനോട് പറയുന്ന കുറെ കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ നിൽക്കുന്നു, അത് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന് പരസ്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ല. വീണ്ടും യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുവരെ ബന്ദികളെ വിട്ടുകിട്ടാൻ എന്നൊരു ന്യായമെങ്കിലും ഈ യുദ്ധത്തിനുണ്ട് എന്ന് ലോകത്തിനു മുമ്പിൽ നെതന്യാഹുവിന് പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇനി പക്ഷേ അത് തുടർന്നാൽ കൃത്യമായ വംശഹത്യയാണ്, അതേപോലെ തന്നെ അധിനിവേശമാണ് എന്ന് ലോകം മുഴുവൻ അതിനെതിരെ സംഘടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നീട് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും എന്ന് ട്രംപ് നെതന്യാഹുവിനോട് പറയുന്നുണ്ട്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അതിജീവനത്തിന് ഒരുപക്ഷെ ഈ യുദ്ധം അനിവാര്യമായി വരും. മറ്റന്നാൾ ബുധനാഴ്ച വീണ്ടും കോടതി അദ്ദേഹത്തെ അഴിമതി കേസിൽ ഹിയറിംഗിന് ക്ഷണിച്ചിട്ടുണ്ട്. സൈപ്രസുമായി വളരെ അടിയന്തരമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെതന്യാഹുവിന് അത് സാധ്യമാണെങ്കിലും ഇസ്രായേലിനുള്ളിലുള്ള ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. ട്രംപും പറയുന്നു, ഞാൻ എല്ലാവിധ ഗ്യാരണ്ടിയും ഉറപ്പും ഹമാസിനും അതേപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഏതായിരുന്നാലും ഇതിലൊരു വഴിത്തിരിവായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അതോടുകൂടി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ചെറിയ സമ്മർദ്ദം ട്രംപിന് മുമ്പിൽ ഉയർത്തി. അതുകൂടി മേക്കപ്പ് ചെയ്യാനാണ് ഈജിപ്തിലെ സമ്മേളനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ അറബ് രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിനും ഉണ്ടായിരുന്ന വിശ്വാസം, ട്രംപിനോട് മാത്രമല്ല അമേരിക്കയോട് ഉണ്ടായിരുന്ന ഒരു വിശ്വാസം അത് കളഞ്ഞു കുളിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് വീണ്ടും യുദ്ധത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകരുത് എന്ന് തന്നെയാണ് ട്രംപ് ശാഠ്യം പിടിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നത് യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ട്രംപിനോട് നെതന്യാഹു പറയുന്നത്, ഓക്കെ യുദ്ധം നിർത്താം, പക്ഷേ യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു തരണം. അതിലൊന്നാമത്തേത് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഹമാസിന്റെ നിരായുധീകരണവും ഹമാസ് ഗസയിൽ ഇല്ല എന്ന് ഉറപ്പാക്കാൻ ഇതേപോലെ തന്നെ ഉറപ്പ് ട്രംപ് നെതന്യാഹുവിന് നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാകും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അതിന് പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിലൊന്ന് ISF എന്ന് പറയുന്ന അന്താരാഷ്ട്ര സന്നദ്ധ സേന. ആ സേനയിൽ വിവിധ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ സൈനികരെ അങ്ങോട്ട് ഇറക്കുന്നു, അങ്ങനെ ഹമാസിനെ നേരിടുന്നു. ഇതാണ് ഒരു പദ്ധതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ